അറിഞ്ഞോ? സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഗ്രാമിന് 50 രൂപ കുറവ്. അക്ഷയ തൃതീയ ദിവസം സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്പെഷ്യൽ ഓഫർ. ഈ അക്ഷയ തൃതീയ നാളിൽ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് അന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് പവന് 400 രൂപ കുറവും സ്വർണ്ണവിലയിൽ തന്നെ നൽകുന്നു. കൂടാതെ നിങ്ങളുടെ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ അന്നത്തെ സ്വർണ്ണവില നൽകുന്നു. അക്ഷയ തൃതീയ ദിവസം പർച്ചേസ് ചെയ്യുന്നവർക്ക് കൈനിറങ്ങിയ സ്നേഹ സമ്മാനം. ഈ ഓഫർ മെയ് 10-ാം തീയതി മാത്രം. അക്ഷയ തൃതീയ പ്രമാണിച്ച് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യമുണ്ട്. സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വടുതല, എനമലൂർ. ഏവർക്കും സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അക്ഷയ തൃതീയ ആശംസകൾ. കോതമംഗലം സ്വദേശിയായ 9 വയസ്സുകാരൻ കൈകാലുകൾ ബന്ധിച്ച് വേമ്പനാട്ട് കായൽ നീന്തിക്കടന്നു. 9 വയസ്സുകാരൻ കയ്യും കാലും ബന്ധിച്ച് വേമ്പനാട്ട് കായൽ 4.5 കിലോമീറ്റർ നീന്തിക്കടന്നാണ് റെക്കോർഡിട്ടത്. കോതമംഗലം മാതിരപ്പള്ളി രോഹിത് ഭവനിൽ രോഹിത് പി പ്രകാശിന്റെയും ആതിരയുടെയും മകനും കോതമംഗലം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ആരൻ രോഹിത് പ്രകാശ് 1 മണിക്കൂർ 51 മിനിറ്റ് കൊണ്ടാണ് കയ്യും കാലും ബന്ധിച്ച് നീന്തിക്കടന്നത്. ഇന്നലെ രാവിലെ 8:30 ആലപ്പുഴ ജില്ലയിലെ ചേർത്തല തവണക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള 4.5 കിലോമീറ്റർ നീന്തിയാണ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കയ്യും കാലും ബന്ധിച്ച് ഇത്രയും ദൂരം നീന്തി കിടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് ആരൻ രോഹിത് പ്രകാശ്. ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിലെ പരിശീലകൻ ബിജു തങ്കപ്പനാണ് പരിശീലനം നൽകിയത്. ചേർത്തല തവണക്കടവിൽ കേരള സ്റ്റേറ്റ് പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ അരിക്കുട്ടന്റെ അധ്യക്ഷത വഹിച്ചു. ക്ലബ് സെക്രട്ടറി ആൻസൽ, പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് കെ സൈനു, മറ്റു വിശിഷ്ട വ്യക്തികൾ, നിരവധി നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. നീന്തൽ വിജയകരമായി പൂർത്തിയാക്കിയ ആരന്റെ കൈകാലുകളിലെ ബന്ധനം കോതമംഗലം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അയച്ചുമാറ്റി. തുടർന്ന് നടന്ന അനുമോദന സമ്മേളനം കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. ഈ വൈക്കത്തെത്തി അഭിനന്ദിക്കാൻ ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും വേറെ സന്തോഷമുണ്ട്. 17ാമത് കുട്ടിയാണ്. അതിസാഹസികമെന്ന് കരുതുന്ന ഈ ഒരു ഉദ്യമം വളരെ അനായാസമായി അത് ആ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനാദ്യമായി ഇവിടെ പ്രിയപ്പെട്ട ആരനെയും ആരന്റെ രക്ഷിതാക്കളെയും വളരെ ചിട്ടയായി പരിശീലനം കൊടുത്ത കോച്ച് ബിജു തങ്കപ്പനടക്കം ഈ ക്ലബ്ബുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ച എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവിടെ ആരന്റെ ഈ ഒരു നേട്ടം നമ്മൾ നോക്കി കാണുമ്പോൾ നമ്മൾ മനസ്സ് വെച്ചാൽ, നമ്മൾ വിചാരിച്ചാൽ ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പ്രിയപ്പെട്ട ഈ കൊച്ചുമിടുക്കൻ. ഇവിടെ കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് വേമ്പനാട്ടുകാരിൽ നീന്തി കയറുക എന്നുള്ളത് ഈ നാട്ടുകാരായ ഇവരൊക്കെ ഇതിനു മുമ്പ് ഞങ്ങളിവിടെ വരുമ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏറെ അപകടം നിറഞ്ഞ, ഏറെ സാഹസികമായ ഒരു ദൗത്യം തന്നെയാണ്. അപ്പോൾ ആ അപകടം നിറഞ്ഞ സാഹസികമായ ദൗത്യം അത് ഏറ്റെടുക്കാൻ ആരൻ തയ്യാറാകുന്നത്, അത് തീർച്ചയായിട്ടും ആരന് ഒരു ലക്ഷ്യബോധവും നിശ്ചയദാർഢ്യവും ആ ലക്ഷ്യബോധത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനവും എല്ലാം ഈ ഒരു വിജയത്തിന് പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.